തിരുവനന്തപുരത്തെ അരുവിക്കരയിലേക്ക് പോവുകയാണ്. അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് വൈബ് എന്താണെന്ന് അറിയാൻ വേണ്ടി അരുവിക്കരയിൽ നിന്ന് നമ്മുടെ വാർത്താവതാരകൻ KR ഗോപികൃഷ്ണനും അതുപോലെ നമ്മുടെ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ് അരുവിക്കരയിലേക്ക്. ഗോപികൃഷ്ണൻ, അരുവിക്കരയിലെ അവസ്ഥ എങ്ങനെയാണ്? താങ്ക് യു SKN. ഇടതുമുന്നണിയും UDF-ഉം മുഖാമുഖം ഏറ്റുമുട്ടുന്ന തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യനാട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അരുവിക്കരയിലെ രാഷ്ട്രീയ പൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ആര്യനാട് മണ്ഡലമാണ് പിന്നീട് 2011 മണ്ഡല പുനർനിർണയത്തിലൂടെ അരുവിക്കര മണ്ഡലമായി രൂപാന്തരപ്പെട്ടത്. 3 മുന്നണികളെയും സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയോടുകൂടി മത്സര രംഗത്തുണ്ട്. ഇക്കുറി അരുവിക്കരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി VS ശിവകുമാർ, മുൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ജനസ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയം സിറ്റിംഗ് MLA ഇടതുമുന്നണിയുടെ G. സ്റ്റീഫൻ ഇക്കുറിയും മത്സര രംഗത്ത് സജീവമായുണ്ട്. NDA-യുടെ സ്ഥാനാർത്ഥിയായുള്ളത് വിവേക് ഗോപനാണ്. അങ്ങനെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ പോകുന്ന, നമുക്ക് പറയാൻ പറ്റുക UDF-ഉം LDF-ഉം മുഖാമുഖം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് അരുവിക്കര. എന്താണ് അരുവിക്കരയുടെ രാഷ്ട്രീയ മനസ്സ്? എന്താണ് അരുവിക്കരയിലെ ജനങ്ങൾ ഈ മണ്ഡലത്തെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ? നോക്കാം അരുവിക്കരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. അരുവിക്കര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ UDF-നൊപ്പം നിന്നിരുന്ന മണ്ഡലമാണ്. 2011 മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യം ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് G. കാർത്തികേയനാണ്. അദ്ദേഹം നിയമസഭാ സ്പീക്കറായി. പിന്നീട് 2015 G. കാർത്തികേയന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് KS ശബരിനാഥൻ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കുകയും 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കി KS ശബരിനാഥൻ വീണ്ടും ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. പക്ഷേ 2021 അട്ടിമറി വിജയത്തിലൂടെ G. സ്റ്റീഫൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹം ഏതാണ്ട് 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചു കയറി. അങ്ങനെ സിറ്റിംഗ് MLA G. സ്റ്റീഫൻ തന്നെയാണ് ഇക്കുറിയും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുന്നത് VS ശിവകുമാറാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മുൻമന്ത്രി VS ശിവകുമാർ അദ്ദേഹം അരുവിക്കര മണ്ഡലത്തിലേക്ക് വരുന്നു. അങ്ങനെ വലിയ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ പോവുകയാണ്. NDA-യുടെ സ്ഥാനാർത്ഥിയായി വിവേക് ഗോപനാണ് ഈ മണ്ഡലത്തിലുള്ളത്. സാമുദായിക സമവാക്യങ്ങൾ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം എന്ന് അരുവിക്കരയെക്കുറിച്ച് പറയാം. നാടാർ സമുദായത്തിന് വോട്ടുകൾ ഈ മണ്ഡലത്തിൽ വളരെ നിർണായകമാണ്. ഭരണപരമായ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി G. സ്റ്റീഫനുള്ളതെങ്കിൽ മുൻ മന്ത്രി എന്ന നിലയിലും ഈ മണ്ഡലത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിലും തനിക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിലാണ് VS ശിവകുമാർ ഉള്ളത്. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് തനിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ കഴിയുമെന്ന് VS ശിവകുമാർ കണക്കുകൂട്ടുന്നു. NDA സ്ഥാനാർത്ഥി വിവേക് ഗോപൻ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഈ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത്. എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ? ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ മണ്ഡലത്തിന്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്നത്? എന്താണ് ജനമനസ്സെന്ന് നമുക്ക് നോക്കാം. എന്നോടൊപ്പം അലക്സ് റാം മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. അലക്സ്, ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നാടാർ സമുദായത്തിന്റെ വോട്ടുകൾ നിർണായകമാണ് ഈ മണ്ഡലത്തിൽ. G. സ്റ്റീഫൻ കഴിഞ്ഞ തവണ നേടിയത് ഒരു അട്ടിമറി ജയമായിരുന്നു. ആ ജയം ആവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇടതുമുന്നണി ക്യാമ്പിനുണ്ടോ? അലക്സിന്റെ നോട്ടത്തിൽ ഏതൊക്കെയായിരിക്കും ഇവിടെ ജയം നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നങ്ങൾ? ഈ മണ്ഡലത്തെ നേരത്തെ സൂചിപ്പിച്ചു, 2011 കാര്യം സൂചിപ്പിച്ചു. അന്ന് 2011 ഇവിടെ G. കാർത്തികേയൻ മത്സരിക്കുമ്പോൾ ഇത് അടിയുറച്ച UDF മണ്ഡലമാണ്. ആ 2011 ഇടതുമുന്നണിയിലാണെന്ന് RSP, ഇടതുമുന്നണിക്ക് വേണ്ടി RSP കാൻഡിഡേറ്റാണ് ഇവിടെ മത്സരിക്കുന്നത്. എനിക്ക് ഓർമ്മയുള്ളത് അമ്പലത്ര ശ്രീധരൻ നായരാണ് 2011 മത്സരിച്ചത്. 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് G. കാർത്തികേയൻ 2011 വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് 2015 KS ശബരിനാഥൻ മത്സരരംഗത്തേക്ക് എത്തുന്നത്. KS ശബരിനാഥനും ഏറെക്കുറെ G. കാർത്തികേയൻ നേടിയ ഭൂരിപക്ഷം തന്നെ 10,000-നടുത്ത് ഭൂരിപക്ഷം നേടി. അതേസമയം 2016 എത്തിയപ്പോഴാകട്ടെ ആ ഭൂരിപക്ഷം ഇരട്ടിയാക്കി 21,000-നടുത്തേക്ക് ആ ഭൂരിപക്ഷം ശബരിനാഥൻ വർദ്ധിപ്പിച്ചു. അവിടെ നിന്നാണ്, അതായത് ഒരുപക്ഷെ രാഷ്ട്രീയ ചരിത്രം നോക്കുന്ന കേരളത്തിലെ മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും, 2016 ഉപതെരഞ്ഞെടുപ്പിൽ, അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പറഞ്ഞൊരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ എതിരാളി BJP ആണ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഞങ്ങളുടെ എതിരാളി BJP ആണെന്ന് മാത്രമല്ല, അന്ന് നമ്മൾ ഈ നിൽക്കുന്ന ആര്യനാട് ജംഗ്ഷൻ എങ്ങനെയാണ് ആ മത്സരത്തെ ഉൾക്കൊണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത്രയേറെ രാഷ്ട്രീയ പോരാട്ടം, അത് കേരളമെമ്പാടും നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടം. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഈ വാചകം ചർച്ച ചെയ്യപ്പെട്ടു, കാര്യമായി തന്നെ അവിടെ അലയടിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിലാണ് ശബരിനാഥൻ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രണ്ടാമത് ഇവിടെ നിന്ന് MLA ആയി പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? 21,000 വോട്ട് നേടിയ ശബരിനാഥനിൽ നിന്ന് 5,046 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി 2021
CPM-ന്റെ LDF-ന്റെ ജി സ്റ്റീഫൻ ഈ മണ്ഡലം അട്ടിമറിച്ചു. ആ വോട്ട് ഷെയർ, അത് 10% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ജി സ്റ്റീഫൻ അരുവിക്കര മണ്ഡലം ശബരിനാഥിൽ നിന്ന് പിടിച്ചെടുത്തത്. എന്തൊക്കെ സമവാക്യങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്തു, എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്നുള്ളത് നമ്മൾ ആ സമയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ സമയം നമ്മൾ അരുവിക്കരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശബരിനാഥനല്ല മത്സരിക്കുന്നു, പകരം VS ശിവകുമാർ UDF സ്ഥാനാർത്ഥിയായി എത്തുന്നു. ജി സ്റ്റീഫൻ തന്നെ സിറ്റിംഗ് MLA എന്നുള്ള നിലയ്ക്ക് മത്സര രംഗത്തിറങ്ങുന്നു. ഇതിൽ ജി സ്റ്റീഫൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ജി സ്റ്റീഫൻ അടിയുറച്ച സംഘടനാ സംവിധാനം, CPM-ന്റെയും LDF-ന്റെയും അടിയുറച്ച സംഘടനാ സംവിധാനം ഇവിടെയുണ്ട്. രണ്ട്, ഈ സിറ്റിംഗ് MLA എന്നുള്ള നിലയ്ക്ക് ഈ മണ്ഡലത്തിൽ നടത്തിയ വികസനം, പ്രധാനമായി റോഡുകളുടെ വികസനം, അതാണ് പ്രധാനമായി എടുത്തു കാണിക്കുന്നത്. അതിനു മുമ്പ് ഈ പ്രദേശത്തെ റോഡുകളൊക്കെ മോശമായിരുന്നു എന്നാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. അത് വികസിപ്പിച്ചു. മാത്രമല്ല നിരവധിയായ പദ്ധതികളും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സാമുദായിക സമവാക്യങ്ങളാണ്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടാർ സമുദായത്തിന് കൃത്യമായ സ്വാധീനമുണ്ട്, നായർ സമുദായത്തിന് സ്വാധീനമുണ്ട്, ഒപ്പം മുസ്ലിം സമുദായത്തിന് സ്വാധീനമുണ്ട്, ദളിത് സമുദായം, ആദിവാസി വിഭാഗം, ഇവർക്കെല്ലാവർക്കും കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ അരുവിക്കര മണ്ഡലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.